അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ അല്പസമയം നിങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കുന്ന സമയം അല്ലേ? എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീടുകളും കേട്ട് സക്കാത്തിന് പോയിരുന്നു. അന്ന് 5 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. 5 രൂപയുടെ കോയിൻസും അത് 5 രൂപയുടെ നോട്ടൊക്കെ കാണുമ്പോൾ അത് നൊസ്റ്റാൾജിക് ഫീലിംഗ്സ് ആണ്. ഇപ്പം അത് 50 മാറി. ഇനി കുറച്ച് കഴിഞ്ഞത് 200 മാറി, മിനിമം കുറച്ചുകൂടി കഴിഞ്ഞത് 500 മാറും. അപ്പോൾ ഞാനിപ്പോൾ തരാൻ പോകുന്നത് 50 രൂപയാണ് സക്കാത്ത്. കാരണം സക്കാത്ത് വാങ്ങുന്നത് അത് അതുവഴി റിച്ച് ആവുക എന്നുള്ളതല്ല, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവർ കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സക്കാത്ത് ഇട്ടാൽ 2 ഓപ്ഷൻ. ഒന്ന്, എന്നെ നേരിട്ട് കണ്ടു ചോദിച്ചാൽ ഇത് എന്റെ കയ്യിലുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് തരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും അയച്ചു തരും കേട്ടോ. അപ്പോൾ സമയം കളയണ്ട, എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ജാതിയോ മതമോ ഒന്നും നമുക്ക് വിഷയം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വൈത്തോളം സക്കാത്ത്. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ലോകം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകളൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. റമദാൻ മാസമൊക്കെ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം സക്കാത്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് നോട്ടുകളുണ്ട്. 50ൻ്റെ കെട്ടുണ്ട്, 200ൻ്റെ ഉണ്ട്, 500ൻ്റെ നോട്ടുകളൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് 5ൻ്റെ നോട്ടുകൾ ഇങ്ങനെ ആളുകൾ പണക്കാരുടെ അടുത്ത് വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന രംഗം ഒക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. കുറച്ചുകൂടി പഴയത് പറയുകയാണെങ്കിൽ ഒരു അണ അറിയുമോ എന്ന് എനിക്കറിയില്ല. ഒരു അണ സക്കാത്ത് കൊടുക്കുന്നതിന് വേണ്ടി പണക്കാർ അവരുടെ മേശപ്പുറത്ത് നിറച്ച് വെച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടി വരുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് ഇസ്ലാമിനൊരു സൽപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റി. സക്കാത്ത് എന്നുള്ളത് ഇസ്ലാമിലെ 3ാമത്തെ സ്തംഭമാണ്. ആ സക്കാത്ത് എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നും, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നും, അതുപോലെ ഒരു ബിസിനസ്മാൻ അയാളുടെ വരുമാനത്തിൻ്റെ എങ്ങനെയാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലും അതിൻ്റെ വിശദീകരണമായ ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ ചെറുപ്പക്കാരൻ ഈ കാണിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ പണങ്ങളൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇത്ര ശതമാനം ഇത്ര രൂപ ഞാൻ ഇന്ന ആളുകൾക്ക് കൊടുക്കും, ഞാനായി ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ സമൂഹത്തിൽ കുറേ ദരിദ്രരെ സൃഷ്ടിക്കാമെന്നല്ലാതെ, അല്ലെങ്കിൽ ചില പുതുമകൾ സൃഷ്ടിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു കാര്യവും നേടാൻ കഴിയില്ല. ഇതുപോലെ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോറിക്ഷയിൽ പണം വാരി വിതറുന്ന വേറൊരു വീഡിയോ നമുക്ക് കാണാൻ കഴിയും. അയാൾ അദ്ദേഹത്തിൻ്റെ സക്കാത്ത് വീതം നോട്ടുകളായിക്കൊണ്ട് പണം ഇങ്ങനെ റോട്ടിൽ വിതറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കൾ ഇതുപോലെ പേരെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈവേയിൽ ഒരു വാഹനമൊക്കെ ഓടിച്ച് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി കുറേ നോട്ടും കെട്ടുകൾ 50ൻ്റെയും 100ൻ്റെയും 200ൻ്റെയും ഒക്കെ എടുത്ത് ആളുകൾക്ക് വലിച്ചെറിയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ താങ്കളുടെ പിന്നാലെ കൂടും. പക്ഷെ അങ്ങനെ പേരും പ്രശസ്തിയും ഉണ്ടായതുകൊണ്ട് ഇസ്ലാമിന് പേരുണ്ടാക്കാമെന്ന് താങ്കൾ ധരിക്കേണ്ടതില്ല. ഈ രീതിയിലല്ല ഇസ്ലാമിൻ്റെ സക്കാത്ത് വിതരണം, ഈ രീതിയിലല്ല. വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അതിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും താങ്കളുടെ ഈ വീഡിയോവിന് പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് പണത്തിൻ്റെ കാര്യമായതുകൊണ്ട് എല്ലാ ആളുകൾക്കും പൈസ കിട്ടണം. ആരെങ്കിലും 200 രൂപ വെറുതെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? അത് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മോശക്കാരനാണെന്ന് പറയോ? ഇല്ല. അതുകൊണ്ട് താങ്കൾക്കായിരിക്കും കൂടുതൽ വോട്ട് ലഭിക്കുക. അതുകൊണ്ട് ഈ സക്കാത്തിനെ അവഹേളിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പരിപാടി താങ്കൾ നിർത്തിവെക്കണം. അതിനുവേണ്ടി താങ്കളായിട്ട് ബന്ധപ്പെടണമെന്ന് കൂടി താങ്കൾ പറയുന്നു. താങ്കൾ വിളിക്കണം, താങ്കളുമായി ബന്ധപ്പെടണം. ഇനി അതിനൊന്നിനും കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ആധുനിക സംവിധാനമായിട്ടുള്ള ഗൂഗിൾ പേ മുതലായ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാലും മതി. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം എന്നും താങ്കൾ ആവശ്യപ്പെടുന്നു. എന്തിനാ? ഇസ്ലാമിനെ ഉയർത്തിക്കാട്ടാനോ?
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടാനാണോ താങ്കൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ താങ്കൾക്ക് ഭീമമായ തെറ്റുപറ്റിയിട്ടുണ്ട് സുഹൃത്തെ. ഇങ്ങനെ ഒന്നും ചെയ്യാതെ വളരെ നിശബ്ദമായിക്കൊണ്ട് സക്കാത്ത് വിഹിതം അതിൻ്റേതായ ആളുകൾക്ക് വിതരണം ചെയ്യുകയും അവർ രണ്ട് കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ നാടിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അവരാരും ഇതുപോലെ 500-ൻ്റെയും 200-ൻ്റെയും 50-ൻ്റെയും നോട്ടെടുത്തുകൊണ്ടൊന്നും കാണിച്ച് ആളുകളെ വശീകരിക്കാറില്ല. അങ്ങനെ അവർ നിശബ്ദമായി സേവനം ചെയ്യുന്നു. അങ്ങനെയാണ് സക്കാത്തിൻ്റെ വിഹിതം നൽകേണ്ടത്. അല്ലാതെ ഇതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ചില സൂത്രങ്ങൾ മാത്രമാണ് എന്ന് താങ്കൾ ഓർക്കുക.